ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ LDC എക്സാമിങ് എത്തിയല്ലേ. ഇപ്പോൾ LPUP കഴിഞ്ഞ് ഇനി LDC എക്സാമിന് മുന്നോടിയായിട്ട് കുറച്ച് ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിന്റെ കണക്റ്റഡ് ഫാക്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടോ, കണക്റ്റഡ് ഫാക്റ്റുകളൊക്കെ കിട്ടുന്നുണ്ടോ, പുതിയ അറിവൊക്കെ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നത് അതിനൊപ്പം തന്നെ എത്ര തവണ ഇത് പഠിച്ചിട്ടും ഓർത്തിരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ചില പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ശരി, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: 17R35 എന്നതൊരു മൂലകമാവുകയാണെങ്കിൽ അതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പോ ZXA ഫോർമാറ്റില് ഏതൊരു ആറ്റവും തന്നിട്ട് അതിലെ ഇലക്ട്രോണുകളുടെ, പ്രോട്ടോണുകളുടെ, ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറയും. എടാ, അവിടെ തന്നിരിക്കുന്ന Z അല്ലെങ്കിൽ Z എന്ന് പറയുന്നത് ആ മൂലകത്തിന്റെ അറ്റോമിക നമ്പർ ആണ് കേട്ടോ. മേളിൽ കിടക്കുന്ന A എന്ന് പറയുന്നത് മൂലകത്തിന്റെ മാസ് നമ്പർ ആണ്. ആ X എന്താണെന്നറിയോ? എലമെന്റ് ഏതാണോ ആ എലമെന്റിന്റെ റെപ്രസെന്റേഷൻ, അതല്ലെങ്കിൽ പ്രതീകമാണ്. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ തന്നെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഒരാറ്റത്തിൽ എല്ലായ്പ്പോഴും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും സെയിം ആയി വരണമെങ്കിൽ രണ്ടും അറ്റോമിക നമ്പർ തന്നെയാണ്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോ ഈ ഫോർമാറ്റിൽ നമ്മൾ 17R35 എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ അറ്റോമിക് നമ്പർ Z എത്രയാണ്? 17. മാസ് നമ്പർ A എത്രയാണ്? 35. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ തന്നെയാണ് 17. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ തന്നെയാണ് 17. ന്യൂട്രോണുകളുടെ എണ്ണം, അത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് 35 മൈനസ് 17, ഉത്തരം 18 ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. കണ്ടോ, ക്വസ്റ്റ്യൻ എന്താ? ഇതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ്. ന്യൂട്രോണുകളുടെ എണ്ണം നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് കിട്ടി. ചോദ്യത്തിന്റെ ഉത്തരം 18 ആണ്. ക്ലിയർ ആയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് 1H1 എന്ന മൂലകം, അത് കേരള PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണേ. 1H1 അത് ഹൈഡ്രജൻ ആണല്ലേ. അറ്റോമിക് നമ്പർ 1ഉം മാസ് നമ്പർ 1ഉം ആണ്. അപ്പോ ഈ മൂലകത്തില് ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 1 തന്നെയാണ്, പ്രോട്ടോണുകളുടെ എണ്ണം ചോദിച്ചാലും 1 തന്നെയാണ്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ 1 മൈനസ് 1 0 ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. കണ്ടോ? അപ്പൊ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കണ്ടെത്താൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉണ്ടെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഏതൊരു മൂലകത്തിന്റെയും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കണ്ടെത്താൻ കഴിയും, തിരിച്ചറിയാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഓർഗാനിക് രസതന്ത്രം അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ തന്നിട്ടില്ല, അല്ലെങ്കിൽ സിലബസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക് അല്ല. എന്നാൽ കൂടിയും ചില ഓർഗാനിക സംയുക്തങ്ങളിൽ നിന്നും സ്ഥിരം നമ്മുടെ കേരള PSC LDC എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നത് കൊണ്ട് ഇത് ഒഴിവാക്കാൻ കഴിയില്ല. മീഥെയിൻ വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതെന്ന ചോദ്യം. ഓപ്ഷൻ A ബയോഗ്യാസിലെ മുഖ്യ ഘടകം, ഓപ്ഷൻ B പാചകവാതകത്തിലെ പ്രധാന ഘടകം, ഓപ്ഷൻ C മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നു, ഓപ്ഷൻ D പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. ഇതില് ബെസ്റ്റ് സ്യൂട്ടബിൾ ഉത്തരം, അതായത് യോജിക്കാൻ കഴിയാത്തത്, യോജിക്കാത്ത പ്രസ്താവന ഏതെന്ന് ചോദിക്കാം. നിങ്ങൾ ഏത് പറയും? പഠിച്ചു വെക്കുക. ബയോഗ്യാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കാർബൺ ഡയോക്സൈഡിന്റെയും മീഥെയിൻ വാതകത്തിന്റെയും മിശ്രിതമാണ്. ബയോഗ്യാസ് കാർബൺ ഡയോക്സൈഡും മീഥെയിനും ഉൾക്കൊള്ളുന്നു. എന്നാൽ കൂടിയും ബയോഗ്യാസിലെ അല്ലെങ്കിൽ ഗോബർ ഗ്യാസിലെ, അതല്ലെങ്കിൽ ജൈവവാതകത്തിലെ മുഖ്യ ഘടകം ഏതാ എന്ന് ചോദിക്കാം. അത് മീഥെയിൻ തന്നെയാണെന്ന് നിങ്ങൾ പഠിക്കുക. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. അടുത്തത് പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നറിയപ്പെടുന്നു. എടാ, പാചകവാതകം എന്ന് പറഞ്ഞാല് കുക്കിംഗ് ഗ്യാസ് അല്ലേ? നമ്മുടെ വീട്ടിലെ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, അതല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ LPGയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചോദിച്ചാല് 2 എണ്ണമാണ്. മെയിൻലി ബ്യൂട്ടൈന്റെയും പ്രൊപ്പൈന്റെയും മിശ്രിതമാണ് എന്ന് നമുക്കറിയാം. ഇനി ഇതിനകത്ത് ഈ ബ്യൂട്ടൈൻ പ്രൊപ്പൈൻ കത്താൻ സഹായിക്കുന്നു. എന്നാൽ ഇത് രണ്ടിലും ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മുഖ്യ ഘടകം എന്ന് എടുത്തു ചോദിക്കുവാണെങ്കിൽ അവിടെ പ്രൊപ്പൈൻ നിങ്ങൾ കൊടുക്കരുത്. ഉത്തരം ഏത് തന്നെ പറയണം? ബ്യൂട്ടൈൻ തന്നെ പറയണം. ഓക്കെ, ബ്യൂട്ടൈനും പ്രൊപ്പൈനും പ്രത്യേകിച്ച് മണമോ നിറമോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആ സിലിണ്ടറിനോ
ട്യൂബിനോ എന്തെങ്കിലും തരത്തിൽ ലീക്കേജ് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഗ്യാസ് ഭയങ്കരമായിട്ട് പുറത്തേക്ക് വന്നിട്ട് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, അല്ലെ, ചെറിയൊരു സ്പാർക്ക് മതി പൊട്ടിത്തെറി, സ്ഫോടനം, മരണം സംഭവിക്കുന്നതിന് വേറൊന്നും തന്നെ വേണ്ട, അല്ലെ, ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കാൻ ഈ പാചകവാതകത്തില്, അതായത് ബ്യൂട്ടേൻ പ്രൊപ്പൈൻ മിശ്രിതത്തിനൊപ്പം ഒരു പ്രത്യേക മണമുള്ള രാസവസ്തു കൂടി ചേർക്കും. അതിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, ഈഥൈൽ മെർക്യാപ്റ്റൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതിയാൽ കുഴപ്പമില്ലല്ലോ, അല്ലെ, ഈഥൈൽ മെർക്യാപ്റ്റൻ. ഒരിക്കലും പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ ആരെ പഠിക്കരുത്? നമ്മുടെ മീഥെയിൻ പഠിക്കരുത്, അത് വരില്ല. ആ പ്രസ്താവനയാണ് തെറ്റ്. ഇനി മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നു, കറക്റ്റ് അല്ലേ? ചതുപ്പുകളിൽ കാണപ്പെടുന്ന വാതകമായതുകൊണ്ട് മാർഷ് ഗ്യാസ്, ചതുപ്പ് വാതകം എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? മീഥെയിൻ തന്നെയാണ്. പ്രസ്താവന ശരിയാ. അതുപോലെ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം, പ്രകൃതിവാതകത്തിലെ ഘടകങ്ങൾ ആരൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ ദേ നോക്കിക്കോണേ, മീഥെയിൻ ഉണ്ട്, അതുപോലെ ഈഥെയിൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊപ്പെയിൻ ഉണ്ട്, ബ്യൂട്ടൈനും ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് പ്രകൃതിവാതകം. ഇതിൽ 93% അല്ലെങ്കിൽ 95% കാണപ്പെടുന്നത് ആര് തന്നെയാണ്? മീഥെയിൻ. അപ്പോൾ ബയോഗ്യാസിലെ മുഖ്യ ഘടകം ആരെന്ന് ചോദിച്ചാലും, ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും, പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ആരെന്ന് ചോദിച്ചാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരൊറ്റ ഉത്തരമാണ്. ഉത്തരം എന്താണ്? മീഥെയിൻ ആണ്. പാചകവാതകത്തിലെ മുഖ്യ ഘടകം എന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല, മീഥെയിൻ ഉത്തരം കൊടുക്കാൻ കഴിയില്ല, അത് ബ്യൂട്ടൈൻ ആണ്. അപ്പോൾ കണ്ടോ, ഇത്രയും പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആധുനിക ആവർത്തന പട്ടികയിൽ SP ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സംക്രമണ മൂലകങ്ങൾ, അന്തസംക്രമണ മൂലകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, പ്രാതിനിധ്യ മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, അതായത് അതിന്റെ ഫ്രെയിമിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. ആധുനിക ക്രമാവർത്തന പട്ടിക ആവിഷ്കരിച്ച വ്യക്തി ആര് എന്ന് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ ഒരു സംശയവും കൂടാതെ നമുക്ക് പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി മോസ്ലി. ഇദ്ദേഹമാണ് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. ഹെൻറി മോസ്ലി എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ക്രമാവർത്തന പട്ടിക, അതായത് അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആവിഷ്കരിച്ചത് എന്ന് പഠിക്കുക, ഇൻക്രീസിംഗ് ഓർഡറിൽ. അപ്പോ ക്രമമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ഗുണങ്ങളുള്ള മൂലകങ്ങളുടെ ഒരു ടേബിൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ, അതായത് ഗ്രൂപ്പുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 18 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി വിലങ്ങനെയുള്ള നിരകൾ എന്ന് വെച്ചാൽ പിരീഡുകൾ എത്രയുണ്ടെന്ന് ചോദിക്കാം. പിരീഡുകളുടെ എണ്ണം വന്നിട്ട് 7 ആണെന്ന് പഠിക്കണം. ഈ 18 ഗ്രൂപ്പുകളിലും 7 പിരീഡുകളിലുമായിട്ട് ആകെ എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങൾ. അറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ തുടങ്ങി അറ്റോമിക് നമ്പർ 118 ഓർഗനസോൺ വരെയുള്ള മൂലകങ്ങൾ അതിനകത്തുണ്ട്, പഠിച്ചു വെക്കുക. ഓക്കെ, 1 to 118 118 എണ്ണം നിലവിലുണ്ട്. IUPAC അംഗീകരിച്ച് 118 എണ്ണം. ഈ 118 മൂലകങ്ങളെ ഉൾക്കൊള്ളുന്ന ആ പീരിയോഡിക് ടേബിളിന്റെ ഏകദേശം ഒരു രൂപം, നിങ്ങൾ ഇത് കണ്ടിട്ട് കുറ്റം പറയരുത്, ഞാൻ ഒരു തൽക്കാലത്തേക്കൊരു പടമാണ് വരയ്ക്കുന്നത്, വലിയ ഭംഗിയൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാകാൻ മാത്രം. ഈ മൂലകങ്ങളെ എല്ലാം കൂടി എത്ര ബ്ലോക്കുകളാക്കി തരംതിരിക്കാം എന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരം പഠിച്ചു വെക്കുക, 4 ബ്ലോക്കുകളാക്കി തരംതിരിക്കാം. എടാ, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1, 2 എങ്ങനെ അറിയപ്പെടുന്നു എന്നറിയോ? യെസ്, അവരെ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇനി ഗ്രൂപ്പ് 3 മുതൽ 12 വരെ അറിയപ്പെടുന്ന പേരാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇനി ഗ്രൂപ്പ് 13 മുതൽ 18 വരെ അറിയപ്പെടുന്ന പേരാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും, അല്ലെ, 6ാമത്തെ പീരീഡിന്റെ ഭാഗമായിട്ട് വരുന്ന ലന്താനം തൊട്ട് ലുട്ടേഷ്യം വരെയുള്ള 15 മൂലകങ്ങളും 7ാമത്തെ പീരീഡിന്റെ ഭാഗമായിട്ട് വരുന്ന ആക്ടീനിയം തൊട്ട് ലോറൻസിയം വരെയുള്ള 15 മൂലകങ്ങളും ടേബിളിന് താഴെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു. അത് ലാന്തനൈഡുകൾ, ആക്ടിനൈഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്തിട്ട് എഫ് ബ്ലോക്ക് എന്ന പേരിട്ട് വിളിക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1, 2 അതുപോലെ 13, 18, 3 എന്തുകൊണ്ട് ഈ ബ്ലോക്ക് ഇങ്ങനെ പേര് കൊടുത്തോ? എടാ, 1, 2 ഗ്രൂപ്പിലെ മൂലകങ്ങൾ എടുത്താൽ അതിൽ ഇലക്ട്രോൺ പൂരണം നടക്കുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിറയുന്നത് എസ് എന്ന സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് അവരെ എസ് ബ്ലോക്ക് മൂലകങ്ങൾ.
ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ എടുക്കുമ്പോൾ അതിൽ ഇലക്ട്രോൺ പൂരണം നടന്നാൽ അവസാനത്തെ ഇലക്ട്രോൺ വന്ന് നിറയുന്നത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് അവരെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിച്ചു. ഇനി പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവരെ എടുത്താൽ ഇലക്ട്രോൺ പൂരണം നടക്കുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിറയുന്നത് പി എന്ന സബ്ഷെല്ലിൽ ആയതുകൊണ്ട് അവരെ പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിച്ചു. അതുപോലെ ലാന്തനൈഡ് ആക്ടിനൈഡ് 2 സീരീസുകളും എടുക്കുമ്പോൾ അതിലെ ഇലക്ട്രോൺ പൂരണം നടക്കുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ വന്ന് നിറയുന്നത് എഫ് എന്ന സബ്ഷെല്ലിൽ ആയതുകൊണ്ട് നമുക്ക് അവരെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. അങ്ങനെ ലാസ്റ്റ് നിറയുന്ന സബ്ഷെല്ലിൽ ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂലകങ്ങളെയൊക്കെ നമ്മൾ പല ബ്ലോക്കുകളാക്കി തിരിക്കുന്നത്. പഠിച്ചു വെക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി എങ്ങനെയാ പേര് കൊടുക്കുന്നതെന്ന് പറയട്ടെ. നമ്മുടെ പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പ് 1, 2 അതുപോലെ തന്നെ 13 മുതൽ 18 വരെ, അതായത് എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെയിൻ ഫ്രെയിം എലമെന്റ്സ്. പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവന്മാരെ കൊണ്ടാ. ഇനി മെയിൻ ഫ്രെയിം ഓപ്ഷനിലില്ല എങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്, അതായത് പ്രാതിനിധ്യ മൂലകങ്ങൾ. കണ്ടോ, പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പ് 3 മുതൽ 12 വരെ ഉള്ളവരെ, അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ്. കണ്ടോ, പീരിയോഡിക് ടേബിളിലെ ലാന്തനൈഡ് ആക്ടിനൈഡ് സീരീസ്, അതായത് എഫ് ബ്ലോക്കുകാരെ വിളിക്കുന്നത് സംക്രമണ മൂലകങ്ങളുടെ ഫാമിലിയാണ്. അതിനകത്ത് നിന്ന് മാറി താഴേക്ക് വന്നവരാണ്. സെപ്പറേറ്റ് ഫാമിലി ആയിട്ട് ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ദേ ബിലോങ് ടു, അവരെവിടെ ഏത് ഫാമിലിയിലുള്ളതാ? ഡി ഫാമിലിയിലുള്ളവർ തന്നെയാണല്ലേ. അതുകൊണ്ട് അവിടെ നിന്ന് മാറി വന്നവരായതുകൊണ്ട് അന്തസംക്രമണ മൂലകങ്ങൾ. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേരള PSC അല്ലെങ്കിൽ LDC എക്സാമിന് അവർ ഇടുന്നത് എന്തിനാണെന്നറിയോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ മൂലകങ്ങൾ, എക്സാമ്പിൾ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം, ആർഗൺ, ലിഥിയം, സ്വർണം, വെള്ളി, പ്ലാറ്റിനം, പലേഡിയം, ടൈറ്റാനിയം, നിക്കൽ, ക്രോമിയം, വനേഡിയം, ഹൈഡ്രജൻ, ഹീലിയം, അങ്ങനെ റാൻഡം ആയിട്ട് കുറെ കോമൺ ആയിട്ടുള്ള മൂലകങ്ങളുടെയൊക്കെ സ്ഥാനം നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൽ എവിടെയാണെന്നൊരു ഐഡിയ ഉണ്ടോ? അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമാതിരിയുള്ള ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. SP ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ എങ്ങനെ അറിയപ്പെടുന്നു? അതേ കണ്ടോ, എസും പിയും ഇവിടെ തന്നിട്ടുണ്ട്. മെയിൻ ഫ്രെയിം മൂലകങ്ങൾ, അതല്ലെങ്കിൽ എന്താ, പ്രാതിനിധ്യ മൂലകങ്ങൾ, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. ഉത്തരം കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി ആണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ്. കണ്ടു, സിമ്പിൾ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയെങ്കിൽ അടുത്ത ചോദ്യം, ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം താഴെ തന്നിരിക്കുന്നതിൽ എന്ത്? സോഡിയം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം കാർബണേറ്റ്. ഉത്തരം പറയാമോ? ഒന്ന് പറഞ്ഞു നോക്കാവോ? അതായത് ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇതിനെ അങ്ങ് പഠിച്ചു വെക്കുക. സോപ്പ് പതയുമോ പതയില്ലേ ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ജലത്തിന്റെ ഗുണങ്ങൾ, ആ ജലത്തിനെ പൊതുവെ 2ആയി തരംതിരിക്കാം. സോപ്പ് നല്ല രീതിയിൽ പതയുണ്ടാക്കുകയാണെങ്കിൽ അത്തരം ജലം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് നിങ്ങളോട് ചോദിക്കാം. എടാ, അതിന് വിളിക്കുന്ന പേരാണ് മൃദുജലം. മൃദുജലം എന്ന് വെച്ചാൽ സോഫ്റ്റ് വാട്ടർ. ഇനി സോപ്പ് നല്ല രീതിയിൽ പതയുണ്ടാക്കുന്നില്ല, പതയുണ്ടാക്കിയാലാണ് മൃദുജലം, പതയുണ്ടാക്കുന്നില്ല എങ്കിൽ അത്തരം ജലം അറിയപ്പെടുന്ന പേരാണ് കഠിനജലം. കഠിനജലം എന്ന് വെച്ചാൽ ഹാർഡ് വാട്ടർ. ഓക്കെ, ഇനി സോപ്പ് പതയുണ്ടാക്കുന്നല്ലോ, അത് മൃദുജലമാണല്ലോ. നമുക്കിനി അതിനെ കൂടുതൽ ഇങ്ങനെ വെച്ച് നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ജലം കടുപ്പമുള്ളതായി? ജലത്തിന്റെ ഈ കാഠിന്യത്തിന് കാരണം എന്താണ്? അത് അന്വേഷിച്ചപ്പോ, അതിനെക്കുറിച്ച് പഠിച്ചപ്പോ മനസ്സിലായത് ഇങ്ങനെയാണ്. കാൽസ്യം, മെഗ്നീഷ്യം ലവണങ്ങളുടെ സാന്നിധ്യമാണ് ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം. ഇനി ഈ കാഠിന്യം തന്നെ 2 ടൈപ്പ് ഉണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ടെമ്പററി ഹാർഡ്നെസ്, അതായത് താൽക്കാലിക കാഠിന്യമുണ്ട്. പിന്നെ പെർമനന്റ് ഹാർഡ്നെസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സ്ഥിര കാഠിന്യമുണ്ട്. ഇതാണ് 2 തരം കാഠിന്യം. കണ്ടോ, താൽക്കാലിക കാഠിന്യമുണ്ട്, സ്ഥിര കാഠിന്യമുണ്ട്. എടാ, ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം എന്താന്ന് ചോദിച്ചാല്, അത് കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണെന്ന് നിങ്ങൾ പഠിച്ചേക്കണം. എടുത്തു പറഞ്ഞാൽ കാൽസ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. എന്നാൽ ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം എന്താ എന്ന് ചോദിക്കാം. ഞാനിവിടെ എഴുതിക്കോട്ടെ. അത് കാൽസ്യം, മെഗ്നീഷ്യം ലവണങ്ങളാണ് എന്നുള്ളതിന് സംശയമില്ലല്ലോ. അതേ നമ്മൾ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും
ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണെന്ന് നിങ്ങൾ പഠിച്ചേക്കണം. അതായത് കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്. ഇതാണ് സ്ഥിര കാഠിന്യത്തിന് കാരണം. അപ്പോൾ ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം എന്ന് മാത്രമായിട്ടൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് താൽക്കാലികമെന്നോ സ്ഥിരമെന്നോ അവരെടുത്ത് ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിലെല്ലാം പറയാം. അതായത് കാൽസ്യം മെഗ്നീഷ്യം ബൈകാർബണേറ്റും കാൽസ്യം മെഗ്നീഷ്യം ക്ലോറൈഡും കാൽസ്യം മെഗ്നീഷ്യം സൾഫേറ്റും എല്ലാം പറയാം. എന്നാൽ താൽക്കാലികം, സ്ഥിരം അങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുവാണെങ്കിൽ അതാത് കെമിക്കൽസ് മാത്രമേ ഉത്തരം കൊടുക്കാൻ പാടുള്ളൂ. എന്തുവായാലും കാൽസ്യം മെഗ്നീഷ്യം ലവണങ്ങളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മുടെ കാര്യം എന്താ, ലക്ഷ്യം എന്താ? കാഠിന്യം എന്തുകൊണ്ടാന്ന് കണ്ടുപിടിച്ചു, ഏതൊക്കെ തരത്തിലുണ്ട്, ഇനി ഇതിനെ നീക്കം ചെയ്യണം. ഇവിടെ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ തിളപ്പിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമായി ഒരു പരിധിവരെ താൽക്കാലികമാണല്ലോ, അതിൻ്റെതായ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയാൽ നമുക്ക് നീക്കം ചെയ്യാം. അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സിലൈക്കഡ് ലൈം എന്നറിയപ്പെടുന്ന കുമ്മായം, ചുണ്ണാമ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം നമുക്ക് എന്ത് ചെയ്യാം? നീക്കം ചെയ്യാം. എന്നാൽ ജലത്തിന്റെ സ്ഥിര കാഠിന്യം മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? Na2CO3. Na2CO3 എന്താണെന്നറിയോ? വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ്. അത് അലക്കുകാരം ഉപയോഗിച്ച് ഒരു പരിധി വരെ ജലത്തിന്റെ സ്ഥിര കാഠിന്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീക്കം ചെയ്യാൻ കഴിയും. കണ്ടോ? അപ്പോൾ ഈ നോട്ട് ഇങ്ങനെ കാണ്ഡമായിട്ട് എഴുതുന്നതിന് പകരം ഈ ഒരു സാധനം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയൊന്ന് പഠിച്ചു വയ്ക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ വളരെ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ നോക്കിയിട്ടുള്ളൂ. പേടിക്കണ്ട, ഇനിയും ക്ലാസ്സസ് ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ എണ്ണം നമുക്ക് നോക്കാം. ഇത്രയൊന്ന് നോക്കി വെച്ചിട്ട് വരൂ. പിന്നെ അതെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ LP UP LDC എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ എല്ലാവരും കാത്തിരിക്കുന്നതാണ്, പല സബ്ജക്ട്സിലായിട്ട് HSA കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്. 1 ഓഗസ്റ്റ് 1 തീയതിയാണ് ആരംഭിക്കുന്നത്. കോഴ്സ് ഫീ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ HSCക്ക് വേണ്ടിയിട്ടും എല്ലാവരും നന്നായിട്ട് എക്സാം ഉള്ളവരൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ Xylem PSCയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ കാണുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു. ബൈ.